ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇൻഫിനിറ്റി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. റീസെൻ്റ്ലി നമ്മൾ ന്യൂസിൽ കണ്ടിട്ടുണ്ടായിരുന്നു, ഒരു ചെറിയ കുട്ടി അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് മരണത്തിനിടയായി. അപ്പോൾ ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ഈ അമീബിക് മസ്തിഷ്ക ജ്വരത്തെ കുറിച്ചിട്ടാണ് കേട്ടോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അമീബിക് മസ്തിഷ്ക ജ്വരം അഥവാ അമീബിക് മെനഞ്ചോ എൻസെഫലൈറ്റിസ് നമ്മുടെ മസ്തിഷ്കത്തെ ബാധിക്കുന്ന നീർക്കെട്ടിനെയാണ് നമ്മൾ സാധാരണയായിട്ട് എൻസെഫലൈറ്റിസ് എന്ന് പറയുന്നത്. മസ്തിഷ്കത്തിൻ്റെ മൂന്നാവരണങ്ങളായ ഡ്യൂറ, അരക്കിനോയിഡ്, പയ എന്നിവിടങ്ങളിൽ വരുന്ന നീർക്കെട്ടിനെ മെനഞ്ചൈറ്റിസ് എന്നും പറയുന്നു. അപ്പോൾ ഈ ഒരു ഇൻഫെക്ഷനെ നമ്മൾ മെനഞ്ചോ എൻസെഫലൈറ്റിസ് എന്നാണ് പറയുന്നത്. കൂടുതലും ബാക്ടീരിയയും വൈറസും കാരണമാണ് ഇത്തരത്തിലുള്ള നീർക്കെട്ടുകൾ ഉണ്ടാകുന്നത്. പക്ഷേ വളരെ റെയറായിട്ടാണ് ഒരു അമീബ കാരണം ഇത്തരത്തിലുള്ളൊരു രോഗം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ഈ അമീബിക് മെനഞ്ചോ എൻസെഫലൈറ്റിസ് അല്ലെങ്കിൽ അമീബിക് മസ്തിഷ്ക ജ്വരം നമ്മുടെ സെൻട്രൽ നെർവ് സിസ്റ്റത്തെയാണ് ഇൻഫെക്റ്റ് ചെയ്യുന്നത്. ഈ രോഗം പരത്തുന്ന രോഗകാരിയായ അമീബയുടെ പേര് നെഗ്ലേരിയ ഫൗലേരി എന്നാണ്. ഇതൊരു ശുദ്ധജല അമീബയാണ്. ഇതിനെ നമ്മൾ ബ്രെയിൻ ഈറ്റിംഗ് അമീബ എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. സാധാരണയായിട്ട് ശുദ്ധജല സ്രോതസ്സുകളിലാണ് ഈ ഒരു അമീബ കണ്ടുവരുന്നത്. അതായത് കുളങ്ങൾ, കിണറുകൾ, സ്വിമ്മിംഗ് പൂളുകൾ എന്നിവയുടെയൊക്കെ ക്ലോറിനേഷൻ മൂലം നശിച്ചു പോകുന്നതിനാൽ നന്നായിട്ട് സൂക്ഷിക്കുന്ന, ക്ലോറിനേറ്റ് ചെയ്യുന്ന, കൂടെ വെള്ളം മാറ്റുന്ന സ്ഥലങ്ങളിലൊക്കെ ഇവ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ്. അതുപോലെ തന്നെ ഉപ്പുവെള്ളമുള്ള ജലാശയങ്ങളിലും ഈ ഒരു രോഗാണുവിന് നിലനിൽപ്പില്ലാത്തതുകൊണ്ട് തന്നെ കടൽ ജലത്തിലൊന്നും ഇവയെ കാണാനായിട്ട് സാധിക്കാറില്ല. അപ്പോൾ കുളിക്കുന്ന സമയത്ത് വെള്ളം കുടിച്ചതുകൊണ്ട് ഈ രോഗകാരിയായ അമീബ ശരീരത്തിൽ പ്രവേശിക്കില്ല. പക്ഷേ ഡൈവ് ചെയ്യുമ്പോഴോ മറ്റെന്തെങ്കിലും കാരണം കൊണ്ടോ ഇത് മൂക്കിലൂടെ നമ്മുടെ ബ്രെയിനിൽ എത്തുമ്പോഴാണ് ഇത് നമ്മുടെ ബ്രെയിനിനെ എഫക്റ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ രോഗം ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്നതല്ല. ഇനി ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് ശക്തമായ പനി, ഛർദി, തലവേദന, അപസ്മാരം എന്നിവയാണ്. ഇതിന് പ്രത്യേകിച്ചൊരു ചികിത്സയൊന്നുമില്ല. രോഗലക്ഷണങ്ങളെ നിയന്ത്രിക്കുക, അതുകൂടാതെ രോഗിയുടെ ശ്വാസകോശം, ഹൃദയം എന്നിവയുടെ പ്രവർത്തനം നിലനിർത്തുക, അപസ്മാരം നിയന്ത്രിക്കുക, ഇത്രയും കാര്യങ്ങളെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. പക്ഷേ ഇത് എക്സ്ട്രീംലി ഡേഞ്ചറസ് ആയതുകൊണ്ട് തന്നെ പലപ്പോഴും മരണത്തിന് കാരണമാകാറുണ്ട്. ഈ പറയുന്ന അമീബിക് മസ്തിഷ്ക ജ്വരം ഉണ്ടാക്കുന്ന അമീബയുടെ സാന്നിധ്യം ഇല്ലാതാക്കുന്നതിന് വേണ്ടി നമുക്ക് എന്തൊക്കെ നടപടികൾ സ്വീകരിക്കാമെന്ന് നോക്കാം. സ്വിമ്മിംഗ് പൂളൊക്കെ ആണെങ്കിൽ അവിടുത്തെ വെള്ളം നിബന്ധനകൾക്കനുസരിച്ച് മാറ്റുക, കൃത്യമായിട്ട് ക്ലോറിനേറ്റ് ചെയ്യുക, നന്നായി പരിപാലിക്കപ്പെടുന്ന സ്വിമ്മിംഗ് പൂളുകൾ ഉപയോഗിക്കുക. അതുപോലെ തന്നെ മൂക്കിൽ ശക്തമായി വെള്ളം കയറാതിരിക്കാനുള്ള മുൻകരുതലുകൾ എടുത്ത് മാത്രം നീന്തൽ, ഡൈവിംഗ് എന്നിവയ്ക്ക് മുതിരുക. ഇതിനു പുറമെ തല വെള്ളത്തിൽ മുക്കി വെച്ചുകൊണ്ടുള്ള മുഖം കഴുകൽ, അതുപോലുള്ള ചടങ്ങുകളൊക്കെ കൂടുതലും ഒഴിവാക്കുക. അതുപോലെ നസ്യം പോലുള്ള ചികിത്സാ രീതികൾക്കും തിളപ്പിച്ചാറിയ വെള്ളം ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇത്രയും മുൻകരുതലുകളാണ് നമ്മുടെ ഭാഗത്തു നിന്ന് നമുക്ക് എടുക്കാനായിട്ട് സാധിക്കുക. അപ്പോൾ അമീബിക് മസ്തിഷ്ക ജ്വരത്തെ കുറിച്ചിട്ട് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്